നമസ്കാരം. PV അൻവർ MLA പിന്തുണച്ച് മുൻ മന്ത്രി KT ജലീൽ MLA രംഗത്ത് വന്നിരിക്കുകയാണ്. ഒക്ടോബർ 2-ാം തീയതി മാധ്യമ സമ്മേളനം നടത്തുമെന്നും അന്ന് കൂടുതൽ കാര്യങ്ങൾ വിശദമായി പറയുമെന്നും ജലീൽ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ജലീൽ. ജലീൽ പറയുന്നത് ഇങ്ങനെയാണ്: പോലീസിൽ വർഗീയവൽക്കരണം കുറച്ച് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പോലീസിലെ സംഘീവൽക്കരണത്തിനെതിരെ അൻവറുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അത് സത്യമാണ്. അൻവർ ഉന്നയിച്ചത് സ്വതന്ത്ര MLA സ്വാതന്ത്ര്യമാണ്. മലപ്പുറത്ത് കൂടുതൽ സ്വർണ്ണക്കടത്ത് കേസുകൾ പിടിക്കുന്നു എന്ന തരത്തിൽ പോലീസ് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകൾ പുറത്തുവിടുകയാണ് എന്നാണ് ജലീൽ പറയുന്നത്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് എന്ത് പിടിച്ചാലും മലപ്പുറത്ത് കള്ളക്കടത്ത് പിടിച്ചു എന്ന തരത്തിലാണ് പ്രചാരണം ഉണ്ടാകുന്നത്. ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്ന് അന്വേഷിക്കേണ്ട കാര്യമാണ്. CPM-ലെ മാപ്പിള ലഹളയാണ്, മലബാർ കലാപമാണ് എന്നൊക്കെ വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് എന്നും KT ജലീൽ പറയുന്നുണ്ട്. അൻവറിനും സമാനമായ അഭിപ്രായം തന്നെയാണ് ഉള്ളത്. മലപ്പുറം എന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ കൂടുതൽ ഉള്ള ജില്ലയാണെന്നും അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ കേസുകൾ ഉള്ള ജില്ലയാക്കി മാറ്റുന്നതിലൂടെ മുസ്ലിങ്ങളെ കരിവാരി തേക്കാനുള്ള ഗൂഢാലോചനയാണ് എന്നും അൻവറിന് അഭിപ്രായമുണ്ട്. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ പോലീസ് സേനയിൽ RSS നുഴഞ്ഞു കയറുന്നു എന്നുള്ളതാണ്. അതിന്റെ ഉദാഹരണം നമുക്ക് നോക്കാം. തൃശ്ശൂരിലെ പോലീസ് അക്കാദമി ക്യാന്റീനിൽ 2014 അന്നത്തെ IG സുരേഷ് രാജ് പുരോഹിത് ബീഫിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. അത് വലിയ വിവാദമായ കാര്യമാണ്. 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടാണ് ആ നിരോധനം നീക്കിയിട്ടുണ്ടായിരുന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് ശബരിമല പ്രക്ഷോഭകാലത്ത് സന്നിധാനത്ത് RSS നേതാവ് വത്സൻ തില്ലങ്കേരിക്ക് പ്രസംഗിക്കാൻ പോലീസ് മൈക്ക് പിടിച്ചു കൊടുത്തത് സേനയിലെ RSS സ്വാധീനം വ്യക്തമാക്കുന്ന കാര്യമാണ്. PV അൻവർ ചൂണ്ടിക്കാണിച്ച ആശ്രമം കത്തിച്ച കേസ് അട്ടിമറി നോക്കാം. അത് നോക്കുകയാണെങ്കിൽ 2018 ഒക്ടോബർ 27 പുലർച്ചെ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സ്വാമി സന്ദീപാനന്ദഗിരി സ്വീകരിച്ച നിലപാടിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ആശ്രമത്തിന് തീയിട്ടിരുന്നു. തീവെപ്പിൽ ആശ്രമത്തെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന 3 വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആശ്രമത്തിലെത്തി സംഭവം വിലയിരുത്തുകയും സമഗ്ര അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത്. 6 മാസക്കാലം പോലീസിലെ പ്രത്യേക സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല. പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് 3 വർഷം അന്വേഷിച്ചിട്ടും ആരാണ് കൃത്യം ചെയ്തതെന്ന് കണ്ടെത്താനായില്ല. ഇതേ തുടർന്ന് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള നീക്കം വരെ ഉണ്ടായിരുന്നു. പ്രതികളായ RSS പ്രവർത്തകരെ രക്ഷിക്കാൻ ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ നടത്തിയ കള്ളക്കളിയും അട്ടിമറിയുമാണ് ഇതിന് കാരണമെന്നാണ് PV അൻവർ ആരോപിക്കുന്നത്. കേസ് അന്വേഷണം വഴിതിരിച്ചുവിട്ട DYSP രാജേഷ് ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ബൂത്ത് ഏജന്റ് ആയിരുന്നു. കേസ് സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് ADGP അജിത് കുമാറിന്റെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ നേതൃത്വത്തിൽ മുക്കിയെന്നും അൻവർ ആരോപിക്കുകയാണ്. അൻവറിന്റെ ശക്തമായ മറ്റൊരു ആരോപണമാണ് കേരളത്തിലെ എല്ലാ നേതാക്കളും ഒന്നാണ് എന്നുള്ളത്. വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ കേരളത്തിൽ BJP-യെ വളർത്താൻ CPM നേതാക്കൾ ഒത്താശ ചെയ്യുന്നു എന്നത് തന്നെയാണ്. പൂരം കലക്കലാണെങ്കിലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചതാണെങ്കിലും എല്ലാം BJP-ക്ക് അനുകൂലമായത് CPM നേതാക്കളുടെ സഹായത്തോടെ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. നേരിന്റെ വാർത്തകൾ അറിയാൻ സാൻ ന്യൂസ് കാണും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.